ഹലോ. ഹലോ ആ ഹലോ ലിയാഖത്താണോ? അതെ. ആ ഇല്ല, സമയമായി പോയല്ല. എങ്ങനെ? അല്ല, എനിക്ക് ഫ്രീ ആണോ ഇപ്പോ? ആരായിരുന്നു? എന്റെ പേര് ആ ആ ശ്ശെ, സമയമായി പോയല്ല. എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമായി പോയി. നാളെ വിളിച്ച ഫോൺ എടുക്കോ? എന്തു പറ്റി? വിളിച്ചാൽ കിട്ടുന്ന ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല പകലൊന്നും. ഇപ്പൊ തന്നെ. സംസാരിച്ചോളൂ. എന്തു പറ്റി? എന്തിനെ അല്ല, കുറിച്ചായിരുന്നു സംസാരിക്കാനുള്ളത്? എനിക്ക് ഇതേപോലെ വിമർശനം അങ്ങനത്തെ ഒരു ഇതിലല്ലേ ഞാൻ പോണത്. ഉം, ഞാൻ ഒരു എന്താ പറയാ, എന്റെ ഒരു തോന്നലാണ്. ഉം, അതായത് ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഉം, പക്ഷെ പൊതുവേ കുറച്ച് മാറിയിരിക്കും. ഇവിടെ കൂട്ടുകാരന്മാരിയിരിക്കുന്നു. ഉം, പൊതുവേ ഇപ്പൊ ഞാൻ എന്റെ ജോലി ഇറച്ചി പണിയാണ്. ഉം, അപ്പൊ ഞാൻ പൊതുവെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ വിമർശനം ഇങ്ങനെ ആയിട്ടൊക്കെ നടക്കുന്നു, ഇങ്ങനെ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട് ഉം, വെളിയില്. ഉം, ഇപ്പൊ ഒരു ഫ്രണ്ടാണ് എന്റെ പറഞ്ഞത്, നോക്കടാ ഉം, യുവമാരെ നോക്കടാ, യുവമാര് ഭയങ്കര തെണ്ടിത്തരമാണ് കാണിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉം, എന്റെ പറഞ്ഞപ്പോ അതിനുശേഷമാണ് ഞാൻ വാച്ച് ചെയ്ത് തുടങ്ങണത്. ഉം, പക്ഷേ എനിക്ക് ഇങ്ങനെ ഇതേപോലെ യുവമാര് വിളിക്കണ പോലെ ചീത്ത വിളി അങ്ങനത്തെ അതിലൊന്നും അല്ല ഉം, എന്റെ ഒരു ലൈൻ പോണത്. പക്ഷെ ഞാൻ നിങ്ങളെ രണ്ടുപേരും നല്ല വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കുറെ സംസാരിക്കണ്ട്, പക്ഷെ എന്തോ സമയം കിട്ടാത്ത പോലെയും വാക്കുകൾ കിട്ടാത്ത പോലെയും ഉള്ള ഒരിത്. ഉം. ഒന്ന് അത് റിലാക്സ് ചെയ്തിട്ട് പറയോ എന്താണ് നിങ്ങളുടെ തന്നെ പെട്ടെന്ന് ആശയം ഒന്ന് വിളിച്ചപ്പോ ചുരുക്കി പറയോ? നിങ്ങളുടെ വിളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല്. അത് തന്നെ. പക്ഷെ ഒരു തരത്തിന് വേണ്ടിയാണ് വിളിക്കണത്. പക്ഷെ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോഴേ ഞാൻ അല്ല, ഇപ്പൊ എത്ര പെട്ടെന്ന് നേരം എടുത്തതല്ല, ഒരു നിങ്ങൾ 3 തവണ വിളിച്ചപ്പോഴാ അടുത്ത്. വിളിച്ചപ്പോ ആ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞ പറയാനുള്ളതൊക്കെ പറയുമോ? പിന്നെ നമ്മള് വെറുതെ ഇല്ല, നമ്മള് ഇപ്പൊ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടല്ലേ? ഇല്ല, ഒരു നമ്മളെ ഇതില് കുറച്ച് പേർക്ക് കുറെ പേര് നിങ്ങളായിട്ടൊക്കെ പ്രതികാര ബുദ്ധിയോടെയൊക്കെ ഉം, നടക്കുന്ന ഒരു 3 കൂട്ടമായിട്ടാണ്. ഉം, മനസ്സിലായി? അതായത് ഒരു ടീം നിങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ഉം, ഞാൻ 3 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ ഉം, 3 പേരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഉം, ഒരു ടീം, അതായത് SDPI, ഉം, ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾ പറയേ. SDPI ആയാലും NDF ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും. ഓക്കെ ഓക്കെ. ആ അപ്പൊ അവരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവൻ എപ്പോഴെങ്കിലും എന്നെ അങ്ങ് പണി തട്ടിക്കളയണെന്നോ? അങ്ങനെ ഒരു ലൈൻ ഉണ്ട്. പിന്നെ ചില അടുത്ത ലൈന്. അടുത്ത ലൈൻ എന്ന് പറഞ്ഞ ഇവ എപ്പോഴാണ് ഇതിലോട്ട് വരിക തിരിച്ച്, അതായത് മറ്റേ അവരുടെ പേരെന്താ, അയ്യൂബ് മൗലവി, അതേപോലെ വരും എന്ന് അവര് പോലെ പ്രതീക്ഷിക്കുന്ന ഒരു വരിക ലൈന്. വേറൊരു ലൈന്, ഒരു ലൈന്. മൂന്നാമത്തെ ലൈനോ? 3-മത്തെ ലൈന് ഇവൻ തനിയെങ്കിലും തൂങ്ങി മരിച്ചോ അങ്ങനെയെങ്കിലും പോയാ മതി എന്നൊരു 3 ലൈനിലൂടെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക്, നിങ്ങളിപ്പോ ഏത് ലൈനിലാ? ഞാൻ ഏത് ലൈനില് അങ്ങനെയല്ല, ഞാൻ കാണുന്ന വേറൊരു ഇതില. അതായത് നമ്മള് 1-ാം ക്ലാസ് മുതല് 10-ാം ക്ലാസ് വരെ കൂടെ പഠിച്ച് അങ്ങനെ ഒരു ഫ്രണ്ട്സ് കാണൂലേ, അതുപോലെയാണ്. പക്ഷെ ഞാൻ നല്ല വാച്ച് ചെയ്തതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്റെ ഊഹം ശരിയാണോന്ന് തോന്നുന്നില്ല, ചിലപ്പോ ശരിയായിരിക്കാം. നിങ്ങളായാലും ആരിഫ് ഹുസൈൻ ആയാലും രണ്ടുപേരും ഒരു ട്രാപ്പിൽ പെട്ടതുപോലെയാണ് എനിക്ക് തോന്നണത്. എന്ത് ട്രാപ്പാന്ന് മനസ്സിലായില്ല. ട്രാപ്പ് എന്ന് പറഞ്ഞാ ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെയല്ലേ സംസാരിക്കുന്നത്? അല്ല. അല്ല. മുസ്ലിങ്ങൾക്കെതിരെയല്ല, ഇസ്ലാമിനെതിരെ. അതെ, പക്ഷെ അത് വെളിയിലായിട്ട് തോന്നണത് മുസ്ലിങ്ങൾക്കെതിരെ എന്നായിട്ടല്ലേ തോന്നുന്നത്. മുസ്ലിങ്ങളും അങ്ങനല്ലേ വിചാരിക്കും. അതിനിപ്പോ നമുക്ക് ഉത്തരവാദിത്തമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഓക്കെ ഓക്കെ, വിശ്വസിക്കുന്ന ഒരു അത് പ്രത്യയശാസ്ത്രത്തിനെതിരെ നിങ്ങളെ ഉത്തരവാദിത്തം ഒരു ഇല്ല. മിനിറ്റ്, ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് ഓക്കെ കമ്മ്യൂണിസത്തെ കുറിച്ച് കോൺഗ്രസ്സുകാർ വിമർശിച്ചാൽ അത് ഇവിടെയുള്ള നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതായിട്ട് തോന്നൂലല്ലോ.
തോന്നൂല. ഓക്കെ, അത് തോന്നേണ്ട കറക്റ്റാണ്. കാര്യമില്ലല്ലോ. ഓക്കെ. ഉം. പക്ഷെ എനിക്ക് തോന്നണത് ഈ മതങ്ങളൊക്കെ അല്ല, എന്താ ഇല്ലാതായാലും ട്രാപ്പ് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായെന്ന് പറഞ്ഞാ ഇപ്പൊ ഉം. പൊതുവെ ഒരു മുസ്ലിങ്ങൾക്ക് എതിരായിട്ടെന്നാണ് മുസ്ലിങ്ങളെ ധാരണ. ഉം. പക്ഷെ എന്തുകൊണ്ടോ ചിലപ്പോ ഒരാടി നടന്നെന്ന് വിചാരിച്ചോ, ഉം. ഇപ്പൊ ഏകദേശം ഒരു തീപ്പൊരി വീഴുന്ന കത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഉം. ഇല്ലേ? അത് ആരുണ്ടാക്കിയതാ? ഏതാ? ഈ തീപ്പൊരി വീണ കത്താനുള്ള സാഹചര്യം അതായത് നമ്മുടെ ഈ നാട്ടില് ആരുണ്ടാക്കിയതാ? സോഷ്യൽ മീഡിയ ഏകദേശമൊക്കെ അങ്ങനെ ആക്കി സോഷ്യൽ വെച്ചിട്ടുണ്ട്. മീഡിയ ഒക്കെ വരുന്നതിന്റെ മുമ്പല്ലേ നമ്മുടെ ചേകനൂർ മൗലവീനെ കാണാണ്ട് പോയത്? ഓക്കെ. ആ ആ അത് അത് തെറ്റ് തന്നെയാണ്. ഉം. അതുപോലത്തെ അതില്ലാന്നൊന്നും ചിന്തയുള്ള പറയില്ല. ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് നമ്മളെ കൂട്ടത്തിൽ മാത്രമല്ല, മൂന്ന് കൂട്ടത്തിലും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ പിന്നെ അത് തെറ്റ് എന്ന് പറയുന്ന, ആ തെറ്റ് ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നല്ലേ ആളുകളും പറയുന്നത്? ഉണ്ട് 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 ഇല്ലെന്നൊന്നും അവര് ഈ ഒരിക്കലും. വിശ്വാസത്തിന്റെ അത് ഭാഗമല്ലേ? ഈ അവര് വിശ്വാസികളല്ലേ? ആ അവരാ ചിന്തിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ പേരിൽ മാത്രല്ലേ, വേറെ വ്യക്തിപരമായ പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവരെന്ന് പറഞ്ഞാൽ കുറച്ചൊരു മൈനോറിറ്റി ആൾക്കാരല്ലേ അങ്ങനെ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, ആ മൈനോറിറ്റിയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഈ മതം തന്നെയല്ലേ? ആ മതത്തിന്റെ പേരിലല്ലേ? അല്ലാതെ ഞാൻ ഇവരുമായിട്ട് അത് വേറെ തന്നെ. വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഓക്കെ, വൈരാഗ്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഉം. അതൊരു മുസ്ലിങ്ങളിലുള്ള ഒരു മൈനോറിറ്റി. ഉം. പക്ഷെ ഹിന്ദുക്കളിലും അങ്ങനെ ഒരു ഇതുണ്ട്. ഉം. പിന്നെ ക്രിസ്ത്യാനികളിലും അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാത്തിലും ഇല്ല, ഉണ്ട്. അപ്പൊ മൂന്നിലും ഉണ്ട്. ഉം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തില് മുസ്ലിങ്ങള് എല്ലാം മതം വിട്ടു പോയി ഒരു എത്തിസ്റ്റ് ലെവലിൽ അങ്ങനെയൊന്നും പിടിച്ചാലും. നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ആവശ്യപ്പെട്ടതോ അവകാശപ്പെട്ടതോ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഉം. പറഞ്ഞാൽ ഇപ്പൊ ഒരു ആശയം വരുമ്പോഴത്തേക്കും സാധാരണ ആൾക്കാർ അതിലോട്ട് എന്തിനാണ് തേടി പോവില്ല. ഒരാശയം? ഇപ്പൊ ഒരു ആശയം പറയുന്നു, അതിനെന്തിനാണ് മറ്റുള്ളവർ കൊല്ലാനും ഇയാളങ്ങ് ചത്ത് കിട്ടിയെങ്കിൽ ഞാൻ എന്നൊക്കെ വിചാരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ അത് അവരുടെ അങ്ങനെ പ്രശ്നല്ലേ? ഞാൻ അങ്ങനെയല്ല അല്ല, പറഞ്ഞു ഞാൻ വരണത്. ചോദിക്കുന്നത്, അങ്ങനെ ഒരു വിഭാഗം മനുഷ്യർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഉം. മനുഷ്യരെ കൊണ്ട് അത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം ഈ ഇസ്ലാം അല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ എനിക്ക് തോന്നണില്ല. അതൊരു വേറെ എന്താ മൈനോറിറ്റി പിന്നെ ആൾക്കാർക്കല്ലേ ആ വേറെ ഞാൻ ചിന്ത. എന്ത് ചെയ്തിട്ടാണ് ഇപ്പൊ അവർക്ക് അങ്ങനെ തോന്നുന്നത്? അതൊരു മൈനോറിറ്റി അല്ല, ആൾക്കാരുടെ ആയിക്കോട്ടെ, ചിന്തയാണ്. മൈനോറിറ്റി ചിലപ്പോ ഒരു 10 ആളെന്ന് ആകെ ലോകത്തുള്ളൂ എന്ന് വിചാരിച്ചോ. ഈ 10 ആൾക്ക് ഈ ചിന്ത വന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ എന്റെ ഉള്ളിലുള്ള ഒരു കാര്യം പറയാം. അല്ല, അവർക്ക് എന്നോടുള്ള വൈരാഗ്യത്തിന്റെ കാരണം ഉം. ഞാൻ മതവിമർശനം നടത്തുന്നല്ലാതെ വേറെ ഒന്നും മത അല്ലല്ലോ. വേറെ ഒന്നുമല്ല. ആ. ഓക്കെ. പക്ഷെ എനിക്ക് അപ്പൊ ഈ മതത്തിന്റെ പ്രശ്നമാണല്ലോ അത്. മതത്തിന്റെ പ്രശ്നമായിട്ട് ചിലപ്പോ ഒരു സോഫ്റ്റ് ലെവലിൽ പിടിക്കുന്നവരും ഉണ്ടല്ലോ. ഉണ്ട്. ഏ ഉണ്ട്. അത് കുറച്ച് ഹാർഡായിട്ട് പിടിക്കുന്നവരും ഉണ്ട്. ഉണ്ട്. ഇല്ലേ? ഈ ഹാർഡായിട്ട് പിടിക്കുന്നത് മതം തന്നെയല്ലേ? അതാ ഞാൻ ചോദിച്ചത്. പിടിക്കുന്നവര് മതമായിട്ട് എനിക്ക് പോട്ടെ, തോന്നണില്ല. നമ്മുടെ നാട്ടിലെ SDPI പോപ്പുലർ ഫ്രണ്ട് പോലത്തെ സംഘടനകള് അവരുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് മതമല്ലേ? പ്രചാരണത്തില് എനിക്കൊരു ആളെ അതിലൊരു ചെറിയ കൂട്ടാനും ആളെ കൂട്ടാനും അണികളെ കൂട്ടാനും അണികളെ പരിശീലിപ്പിക്കാനും മരണം അല്ലെങ്കിൽ വിജയം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഷഹീദാകാൻ ഓക്കെ വേണ്ടി തയ്യാറാക്കിയ ആൾക്കാരെ കൊണ്ട് നടക്കുന്നതും ഈ ഖുറാനും ഹദീസും ഉപയോഗിച്ചിട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഹദീസ് ഉപയോഗിച്ചിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അല്ല, SDP അല്ലേ? ആണോ പ്രവർത്തകൻ. അല്ലേ? നിങ്ങളുടെ അറിവെന്താ? എനിക്ക് ഒരു തരത്തില് ചെറിയൊരു യോജിപ്പുണ്ട് ആ വാക്കിനോട്, ആ. ആ പറഞ്ഞതിനോട്. അപ്പൊ പിന്നെ പക്ഷേ ഈ മതത്തിനെ നമ്മൾ വിമർശിച്ച് അത് സൈസാക്കേണ്ടതല്ലേ? അതേ അത് തന്നെ അതേ ഒരു ലെവലിൽ അപ്പുറത്തുള്ളവരും പിടിക്കുന്നില്ലേ? ഉണ്ട്. ഇല്ലാന്നിപ്പോ നമ്മൾ ഇല്ലേ? പറഞ്ഞില്ലല്ലോ. അപ്പൊ എനിക്ക് കണ്ടിട്ട് എനിക്ക് അതുകൊണ്ട് മനസ്സിലായില്ല. വേറെ ആൾക്കാരും വേറെ മതക്കാരും ഇതേപോലെ ഹാർഡ് പക്ഷെ ലൈൻ എനിക്ക് പിടിക്കുന്നവരുണ്ടാവാം. അതുകൊണ്ട് എനി- ഇത് പക്ഷെ ശരിയാവില്ലല്ലോ. ഓക്കെ ഓക്കെ. പക്ഷെ അവരോട് ഞാൻ എപ്പോഴും SDPIയിലുള്ളവന്മാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഉം. അവന്മാർ ഈ ജാഥയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, നീയൊക്കെ എന്തിനാ അള്ളാഹു അക്ബർ എന്ന് പറ? ഉം. നീയൊക്കെ രാഷ്ട്രീയ പാർട്ടി അല്ലടാ, നീയൊക്കെ എന്തിനാ അള്ളാഹു അക്ബർ എന്ന് അവർ വിളിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടി അല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അവർ അള്ളാഹുവിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്, അതറിയില്ലേ? അവർ എനിക്ക് അള്ളാഹുവിന് തോന്നല വേണ്ടിയിട്ടാണ് ഈ വെട്ടും കുത്തൊക്കെ ആയിട്ട് നടക്കുന്നത്. ആ ആ. അങ്ങനെയും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ അങ്ങനെയൊക്കെ ഞാൻ പറയാം, ആണെന്ന്. അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരെ സൃഷ്ടിക്കാൻ അവർക്ക് പക്ഷെ ഉപയോഗിക്കാനുള്ള കുറെ സാധനം ഈ ഗ്രന്ഥത്തിലും ഇതിന്റെ വിശദീകരണങ്ങളിലും ഉണ്ട്. അതാണ് നമ്മുടെ വിമർശനം. അത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. ഇത്തരം ആളുകൾ ഉണ്ടായി വരുന്നതിനെ തടയണം. അവരവന്റെ അത് മക്കൾ ഇതുപോലെയുള്ള ഏടാകൂടങ്ങളിൽ പോയി പെടാതിരിക്കാൻ പോവല്ലോ. മുസ്ലിങ്ങൾ ഓക്കെ ജാഗ്രത ഓക്കെ പാലിക്കണം. ഓക്കെ. ഓക്കെ.
ഓക്കെ. അപ്പൊ മതവിമർശനോ അത് SDPI വിമർശനമാണോ? ഏതാണ് ഉദ്ദേശിക്കുന്നത്? മതം. മതം. SDPI അല്ല, പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓക്കെ ഓക്കെ അവരുടെ രണ്ടും ഒന്ന് തന്നെ, സംഘടനയുടെ, അതിന്റെ ഞാൻ സംഘടന പറഞ്ഞുതരാം, തന്നെ. പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനയിൽ അവർ ഉപയോഗിക്കുന്ന അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനം ഖുർആനാണോ അല്ലേ? എനിക്കറിയാം, ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ കുറെ പക്ഷേ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. തോന്നുന്നു അത്, എനിക്ക് അതാണ് തോന്നുന്നു നിങ്ങൾ ചില ചോദിക്കും, നിങ്ങൾ പേര്. നോക്ക്, ഞാൻ ഒരു നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഒരു പുസ്തകം മിനിറ്റ്, പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം എനിക്കൊരു പറഞ്ഞുതരാം. അനുഭവം പറഞ്ഞു തരാം. അല്ല, അനുഭവമല്ല, ഞാൻ നിങ്ങൾക്ക് പോപ്പുലർ ഫണ്ടുകാർ പണ്ട് NDF ആയിരുന്ന കാലം മുതൽ പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഇപ്പൊ അത് നിരോധിച്ചിട്ടുണ്ട്. ദഅവത്തും ജിഹാദും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. തൗബത്തുൽ ജിഹാദ്. ദഅവത്തും യൂട്യൂബിൽ അങ്ങനെ വല്ലതും ജിഹാദും. കിട്ടോ? ദഅവത്തും ജിഹാദും. തൗബത്ത് അറിയാം. ദഅവത്തും ജിഹാദും എന്നൊരു പുസ്തകം കേരളത്തിൽ ജിഹാദ്. പോപ്പുലർ ഫണ്ട് അതിന്റെ പൂർവ്വകാല രൂപമായിട്ടുള്ള NDFന്റെ കാലത്ത് അവര് വിറ്റിരുന്നു. ജിഹാദ് എന്ന് പറഞ്ഞ പ്രയത്നം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ വാക്കിലല്ലേ ആ പറഞ്ഞത്? പ്രയത്നമൊന്നും അല്ല ജിഹാദ്. ദഅവത്തും ജിഹാദും അപ്പൊ എന്നുള്ള പിന്നെ പുസ്തകം ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോ ഒരാളെ മോന് പേരിട്ടിരിക്കണത് ജിഹാദ് എന്ന്. ഞാൻ അപ്പൊ ആലോചിച്ചു എന്തിടാ. അപ്പൊ ഞാൻ ഒരു സാക്കിർ നായകന്റെ ഒരു വീഡിയോ കാണുകയുണ്ട്. അപ്പൊ അതില് ജിഹാദിനുള്ളത് അവരൊരു പദം കൊടുക്കണേന്ന് പറഞ്ഞ പ്രയത്നം, മനസ്സിലായില്ലേ? ഇപ്പൊ അവര് പദം ഡിക്ഷണറിയിൽ എഴുതുന്നതല്ലല്ലോ, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രയത്നമൊന്നുമല്ല. ഞാൻ അതാ പറഞ്ഞത്, ഇവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഇവർ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പുസ്തകത്തിൽ ഇവരുടെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ച ഒരു പുസ്തകത്തിന്റെ പേരാണ് ദഅവത്തും ജിഹാദും. ആ പുസ്തകം ഏതെങ്കിലും പഴയ പോപ്പുലർ ഫണ്ടുകാരുടെ കയ്യിലുണ്ടാവും. ഏതെങ്കിലും പഴയ പോപ്പുലർ ഫണ്ടുകാരുടെ അടുത്തുണ്ടാവും. ആ പുസ്തകം ഒന്ന് സംഘടിപ്പിച്ചിട്ട് അതൊന്ന് വായിക്കുക. അതിനകത്ത് ഖുറാനും ഹദീസും അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോന്ന് നോക്ക്. എന്നിട്ട് അതിനകത്ത് അവർ പറയുന്നത് ഈ പള്ളിയിലൊക്കെ ജിഹാദ് പഠിപ്പിക്കാത്തത്, ജിഹാദിന് ആളുകളെ തയ്യാറാക്കാത്തത്, ജിഹാദിന് ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരുമ്പെട്ടിറങ്ങാത്ത ആളുകളൊക്കെ ഉണ്ണാമൃഗന്മാരാണെന്നാണ്. ജിഹാദിനെ പ്രേരിപ്പിക്കാത്ത പണ്ഡിതന്മാരൊക്കെ പിന്നെ വെറും എന്താ പറയാ കപടന്മാരാണെന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് എല്ലാവരും ജിഹാദിന് ഒരുങ്ങണം, എല്ലാവരും ജിഹാദ് ആഗ്രഹിക്കണം, ഇതൊക്കെയാണ് അവരുടെ വാദം. ഇത് വർദ്ധിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് മുഴുവൻ ഖുർആൻ വചനങ്ങളാണ്. എന്താ ചെയ്യാൻ പറ്റും? അത് തന്നെ, പക്ഷെ അത് ആ ഒരു ആശയം അതൊരു, എനിക്ക് തോന്നുന്നില്ല അത് ഈ ഫാമിലി ആയിട്ടുള്ളവരും ഇതിൽ പെടുവല്ല. എന്താ കഥ? എല്ലാവരും ആ ആശയത്തിന് ചെറുതല്ലാത്ത സ്വാധീനം കേരളത്തിൽ ഒരു കാലഘട്ടം വരെ ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ആശയം അനുസരിച്ചാണ് പെണ്ണുങ്ങള് ആ ആശയം അനുസരിച്ചാണ് പറഞ്ഞത്. പെണ്ണുങ്ങള് ആ ആശയത്തിൽ വന്നവരുണ്ട്. സ്ത്രീകള് ഒന്നുകിൽ ഭർത്താക്കന്മാരുടെ സ്വാധീനം വരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവര് സ്വമേധയാ ഇവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പല പരിപാടികളുണ്ടാവും. അതൊന്നും നമുക്ക് ഇപ്പൊ ഒരാശയം പറയുമ്പോ ആ ആശയം പറയുന്ന കാര്യത്തിൽ വസ്തുതാപരമായിട്ട് വിമർശിക്കുക, അതിൽ വിമർശിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാ, വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാന്നല്ലാതെ ഇവനൊക്കെ വെട്ടണം കുത്തണം എന്ന് ആഗ്രഹിക്കുന്നവനും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മരിച്ചു കണ്ടാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ഒരുതരം മനോരോഗാണ്. അതുള്ള തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല SDPI വന്നിട്ട് എത്ര കാലാവും? SDPI ഇപ്പൊ പേര് മാറ്റി ഒരു SDPI വന്നു. SDPI അല്ലല്ലോ, ലോകത്തെമ്പാടും ഇത്തരം പല പാർട്ടികളുണ്ട്. ഇഷ്ടംപോലെ പാർട്ടികൾ ഇഷ്ടംപോലെ പേരിൽ ഇതേ കലാപരിപാടി നടത്തുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം വന്നതിന് ശേഷമല്ലേ ഹമാസ് എന്ന് പറഞ്ഞൊരു റെജിമെന്റ് ഉണ്ടാവും. അതിനു മുമ്പ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ട്. ഒന്നില്ലേ? അതേപോലെ ഇപ്പൊ ഈ പേരെന്തിട്ട് RSS വന്നതിന് ശേഷമല്ലേ ഈ SDPI വന്നത്. അതൊക്കെ ശരിയാണ്. അപ്പൊ അതിനൊരു ബദലടിയായിട്ടല്ലേ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ട്. ഉണ്ട്. ഐസിസ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഐസിസ് ഒന്നും അതിന് മുമ്പില്ല. പക്ഷെ അതിന്റെയൊക്കെ പഴയ പൂർവ്വകാല രൂപങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. NDF എന്നാണ്. മുസ്ലിമീനും അങ്ങനെ കുറെ പല കഥകളിലുണ്ട്. ഇനി ഇതിന്റെ ഒക്കെ പൂർവ്വകാല രൂപമാണ് മുഹമ്മദ് നബിയും സംഘവും നടപ്പിലാക്കിയിരുന്നത്. ഇതിന്റെ തന്നെ വേറെ ഒരു ഓൾഡ് വേർഷനാണ്. അവരുടെ പ്രചോദനം മുഹമ്മദ് നബിയാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമീന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് പ്രബോധനത്തിന്റെ എന്താ പറയാ ലക്ഷ്യവും മാർഗവും എന്നുണ്ട് വേറൊരു പുസ്തകമുണ്ട്.
ഉം. ഇസ്ലാമിക ശരീഅത്ത് തത്വവും പ്രയോഗം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അങ്ങനെ കുറെ പക്ഷേ സാധനങ്ങളുണ്ട്. എനിക്ക് പക്ഷെ ഇപ്പൊ ഉള്ളതില് ഭൂരിഭാഗം പേരും ഒരു നറേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് പറഞ്ഞ ലിയാഖത്ത്, ആരിഫ്, ഉം, ഇവർ രണ്ടുപേരും ഉം, എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ പറയണം. എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ പറയണത് സംഘികളാണ്. ഉം. ആണല്ലോ. അപ്പൊ ഇവരും അവരും തമ്മിലൊരു അടിതുരങ്കം ഉണ്ട്. മനസ്സിലായ? നിങ്ങൾ ഞാനും അങ്ങനെ ഒരു സംഖ്യകളും ഇത് ഞാനും കണ്ടിട്ടുണ്ടാ? സംഖ്യകളും തമ്മിലൊക്കെ അല്ല അന്തർധാരയുണ്ടെന്ന് ഞാൻ ഈ പറയണമെങ്കിലേ ആ അവന് ഒന്നുകിൽ ചെവി കേൾക്കില്ല, അല്ലെങ്കിൽ അവന് കണ്ണ് കാണില്ല, അല്ലെങ്കിൽ അവന് തലക്ക് വല്ല കുഴപ്പമുണ്ടാവും, വല്ല ഓളം ഉണ്ടാവും. ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു മീഡിയ വണ്ണിന്റെ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. ഒരു ഈ നിലപാടുന്ന ഈ ഔട്ട് ഓഫ് ഈ മീഡിയ എന്ന് വണ്ണും പറഞ്ഞിട്ട്. ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ ആരാ? മീഡിയ വണ്ണിന്റെ കേസാണ് ഇപ്പൊ ഞാൻ ഈ അതെനിക്കറിയാം. പറഞ്ഞത്. അതെനിക്കറിയാം. അത് ആ ഈ ജമാഅത്ത് ഇസ്ലാമി ചാനലാണെന്ന് ആ എനിക്കറിയാം. പ്രബോധനം പക്ഷേ ലക്ഷ്യവും മാർഗവും എന്ന് പറഞ്ഞിട്ടേ, ഉം പ്രബോധനം ലക്ഷ്യവും മാർഗം എന്ന് പറഞ്ഞിട്ട് അവരുടെ പുസ്തകമുണ്ട്. ഇനി അതും വേണ്ട, ജമാഅത്തെ ഇസ്ലാമിന്റെ ഭരണഘടന ഉണ്ട് എന്റെ അടുത്ത്. ഉം ജമാഅത്തെ ഉം ഇസ്ലാമി ലക്ഷ്യവും മാർഗം കേട്ടോ, പ്രബോധനമല്ല. ജമാഅത്തെ മൗദൂദി. ഇസ്ലാമി ലക്ഷ്യവും മാർഗവും എന്ന് പറഞ്ഞിട്ട് ആ മൗദൂദിയുടെ അത് മലയാളത്തിൽ അച്ചടിക്കുന്ന, മൗദൂദി എഴുതിയ പുസ്തകമല്ല, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി എഴുതിയ പുസ്തകമുണ്ട്. ആഹാ. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് മൗദൂദിന്റെ പുസ്തകമുണ്ട്. ഉം. ഇതൊക്കെ ഒന്ന് വായിച്ചാല് അതെ ആർക്കാണ് കേട്, അത് എന്താണ് കേട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പൊ ഈ എക്സ് മുസ്ലിം നിരീശ്വരവാദി ഉം. ആ ഒരു ലെവലിലുള്ള എല്ലാരും ഇപ്പൊ നിങ്ങൾ തന്നെ അറിയാതെ ആണെങ്കിലും ഈ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ അവന്മാര് സംഘീയമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഇത് അത് നിങ്ങൾ ഉത്തരം അറിഞ്ഞോ? മുട്ടുന്നവൻ എന്തൊക്കെ വിളിച്ചു പറയും? ഉത്തരം പറയാൻ, അത് മറുപടി ഓക്കെ. പറയാത്തവൻ, മറുപടി അതുള്ള പറയാൻ തന്നെ. ഒരു മിനിറ്റ്, മറുപടി പറയാൻ അറിയാത്തവൻ, ഉം നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് മറുപടി ഇല്ലാതാവുമ്പോ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്താൻ നമ്മുടെ നാട്ടിൽ ഞാൻ ചൊല്ലുണ്ടല്ലോ. കുത്തുമ ഉള്ളത് അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇതാണ്. ആ പക്ഷേ ഇപ്പൊ ചില യൂട്യൂബ് ചാനല് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ ഉണ്ട്. അല്ലേ അബ്ദുള്ള ബാസില്, അത് അല്ലാതെയും ചില യൂട്യൂബ് ചാനലിലൂടെ ഒരു നറേഷൻ. അവരൊക്കെ പറഞ്ഞ ഒരു സത്യം നിങ്ങൾ തെളിവ് സഹിതന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരു സത്യം, തെളിവില്ല. അവര് പറഞ്ഞ ആരോപണങ്ങളിൽ ഒരു തെളിവ്, തെളിവില്ല ഭായി. തെളിവില്ല തെളിവില്ലാതെ എന്നുള്ളതിന് പറയേണ്ട ഉറപ്പാണ്. നുണകൾ എന്നാണ് അതിന് പറയാ. ആ ആരോപണങ്ങൾ, തെളിവില്ലാതെ കെട്ടിച്ചമച്ച് പറയുന്ന ആരോപണങ്ങളാണ്. നുണകളാണ്. ആ പക്ഷെ ആ നുണ നുണകള്, ഇപ്പൊ സത്യമായിട്ടാണ് വരുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട് വിചാരിച്ചോ? ഇല്ല. അല്ല, തോന്നുന്നുണ്ടെങ്കിലും ഓക്കെ. ആ എനിക്കൊരു പുല്ലുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പറഞ്ഞു വന്നു, ഞാൻ ലൈനല്ല പറയട്ടെ ഞാൻ പറയണത്. നിങ്ങളെ തെറ്റിദ്ധരിച്ച് ഇതിലോട്ട് അല്ലല്ല, അങ്ങനെയല്ല. കൊണ്ടുപോണെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ ഉം എന്നെ കുറിച്ച് നിങ്ങൾ എന്ന് ചിന്തിക്കും എന്നത് എന്റെ വിഷയമല്ല. ഉം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ട്. നിങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അത് ആ ഓക്കെയാണ്. ബോധ്യത്തിലാണ് ഞാൻ പക്ഷെ പോകുന്നത്. ഞാൻ അത് പറഞ്ഞ അത് കാര്യങ്ങളിൽ വല്ല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ സുഹൃത്തെ. പറയാം. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോ ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഉം ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ, ഇന്ന വീഡിയോയിൽ നിങ്ങൾ ഇത്രാമത്തെ മിനിറ്റിൽ പറഞ്ഞ ഇന്ന കാര്യം പക്ഷേ അത് പക്ഷേ തെറ്റാണ് എന്ന് പറഞ്ഞാൽ, പക്ഷേ അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് പകരം അതിന് മറുപടി പറയാനൊന്നും ഇല്ലാതെ അവര് സംഖ്യയായിരിക്കും, അല്ലെങ്കിൽ അവര് ജൂതന്റെ ഫണ്ട് വാങ്ങായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ സൂര്യന്റെ ഫണ്ട് അവൻ അവിടെ കുത്തിയിരുന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇതൊരു എന്താന്ന് പറയാ, ഇതൊരു നിങ്ങള് ഇല്ലാന്നുള്ളത് ശരിയാണ്. പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയണം. അല്ല, അത് അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നെ എന്ന് സംബന്ധിച്ച് അത് ഞാൻ പ്രശ്നമല്ലെന്നേ. രണ്ടാമത് മനസ്സിലാക്കി തരാം. രണ്ടാമത് അത് എങ്ങനെ വരണമെന്നല്ല, റൂട്ട് എങ്ങനെ എങ്ങനെ. വന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യത്തെ പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ വിശദീകരണത്തിൽ എന്ത് കാര്യം? ഇപ്പൊ ഓക്കെ നിങ്ങൾ ഓക്കെ എന്നെ ഓക്കെ. എന്തോ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇല്ല ഞാൻ ഇല്ല, പറഞ്ഞതിന് ഞാൻ മറുപടി ആദ്യമേ ഉണ്ടോ ഇല്ലേ? പറഞ്ഞല്ല. അല്ല, ഞാൻ പറയണത് നിങ്ങൾ എന്ന ഉദ്ദേശത്തിലല്ല. ഇത് ഉം കേൾക്കുന്നവർ, ഇപ്പൊ ഞാൻ വിമർശിക്കുമ്പോ അത് കേട്ടിട്ട് ആർക്ക് എന്ത് വേണേ വിചാരിക്കാം. ഉം ഞാൻ ആകെ ഒരു പോയിന്റേ അങ്ങനെയൊന്നുമല്ല ഉള്ളൂ. വിചാരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞ സമൂഹ കാര്യങ്ങളോട് മറുപടി ഉം ഉണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറുണ്ടോ? അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ അല്ലാത്തവർക്ക് അത് എന്ത് പറഞ്ഞൂടെ? ഉറപ്പായിട്ടും. ആർക്കാ എന്താ ഉം പറഞ്ഞുകൂടാത്തെ? ഓക്കെ. പക്ഷെ നിങ്ങൾ പറയണത് ശരിയാണ്. പക്ഷെ അത്രേ ഞാൻ ഉള്ളൂ. പറയണത് നിങ്ങളെ ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ട് ഉറപ്പായിട്ടും. ആ ഞാൻ ഇത് കറക്റ്റ് ആണ് ചെയ്യണമെന്ന്. പക്ഷെ അത് ഒരു അത് ലൈനിൽ നാട്ടുകാരെ പോണ. ബോധ്യപ്പെടുത്തൽ എന്റെ ഇപ്പൊ ഉത്തരവാദിത്തമല്ല സുഹൃത്തെ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ
ഇടണം. നിങ്ങളെ വീഡിയോയുടെ താഴെ പറഞ്ഞ കമന്റുകളൊക്കെ ഏകദേശം ഒരു ഹിന്ദു പേരുകളാണ്. മനസ്സിലായില്ല? മേത്തന് ഒരു ചൊല്ലുണ്ട്, മേത്തന് 2 കിട്ടുമ്പോഴത്തേക്കും എതിർ സന്തോഷിക്കണ നിങ്ങള് ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ന്യൂസ് വന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ആ ന്യൂസ് വിലയിരുത്തുന്നത് അതിന്റെ താഴെ വന്ന കമന്റ് വായിച്ചിട്ടാ? അങ്ങനെ കമന്റ് വായിച്ചിട്ടല്ലേ ഞാൻ ഒരിക്കലും അല്ല ആണോ? ഞാൻ ചോദിക്കാണ്. ഇപ്പൊ ന്യൂഡൽഹിയിൽ ഭൂമി കുലുക്കം എന്നിപ്പോ ഒരു വാർത്ത വന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ ഒരു വാർത്ത അവിടുന്ന് ഡൽഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ എന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ നിങ്ങൾ ആ ന്യൂസ് റിപ്പോർട്ടിനെ വിലയിരുത്തുന്നത് അതിന്റെ താഴെ വന്ന കമന്റിന്റെ അടിസ്ഥാനത്തിലാണോ? ഇല്ല, സിമ്പിൾ ആണ്. പിന്നെ നമ്മൾ വെറുതെ കമന്റിലേക്ക് എന്തിനാ പോകുന്നത്? പക്ഷെ നമ്മളെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, നമ്മള് ബാക്കിയുള്ളതെല്ലാം ചെക്ക് ചെയ്യും. അല്ല, ചെക്ക് ചെയ്യാലോ. കമന്റ് ആർക്കും എങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, എഴുതിക്കൂടെ? ഇപ്പൊ നിങ്ങൾക്ക് നാളെ എനിക്കറിയാം, എനിക്ക് ഒരു അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ അറിയാം, പിന്നെ ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഐഡിയ അറിയാം, പിന്നെ ഒരു അശ്വതി മേനോൻ എന്ന് പറഞ്ഞൊരു ഐഡിയ അറിയാം. ഇതൊക്കെ നല്ല ഈ വിസ്ഡം ഗ്രൂപ്പിന്റെ ആൾക്കാരാണ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് നാളെ രാഘവേന്ദ്ര പൊതുവാൾ എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ മുസ്ലിങ്ങളെ വന്ന് ചീത്ത വിളിച്ചൂടെ? നല്ല പേര്. അല്ല, എന്താ ഇട്ടൂടാത്ത? നമ്മളൊരു ഗസ് അടിക്കുമ്പോ കുറച്ച് കനത്ത് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയല്ല, നമ്മളൊരു വിഷയം നോക്കൂ. നമ്മൾ പറയുന്നത് സിമ്പിൾ ആണ്. ഞാൻ പറയുന്ന വിഷയത്തിന്റെ മെറിറ്റിലാണ് ഞാൻ പറയുന്ന ആശയങ്ങൾ അളക്കേണ്ടത്. വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് തോന്നുന്ന കാര്യം, എന്നെ കൊല്ലണം തോന്നുമോ, ഞാന് എനിക്ക് എന്തായാലും അപകടം പറ്റി മരിക്കാൻ ആരെങ്കിലും കത്തം നേർച്ചയാക്കും, ഇതൊന്നും അല്ല മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ വിഷയം അത് ശരിയാണോ തെറ്റാണോ, അതിൽ പെശകുണ്ടോ? ഇത് അനലൈസ് ചെയ്യാനും ഇതിനെ അഡ്രസ് ചെയ്യാനും പേടിയുള്ളവരാണ് ഈ തരത്തില് മറ്റുള്ളവരുടെ ഫണ്ട് വാങ്ങിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് കുശുമ്പ് പറഞ്ഞു നടക്കുന്നത്. എനിക്ക് ആരിഫിന്റെ പോലത്തെ ഒരു ഇത് അല്ല, ഓരോ ആളുകൾ ഓരോ രീതിയിൽ. ഇപ്പൊ അബ്ദുൽ നാസർ മഅദനിനെ പോലെ അല്ലല്ലോ ഹക്കീം അസ്ഹരി വയലു പറയാം, മുജാഹിദ് വാലിശ്ശേരിനെ പോലെ അല്ലല്ലോ വേറൊരാള് സംസാരിക്കുക. അപ്പൊ അതില് കാര്യമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ്, എന്റെ നിലപാടിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വിലയിരുത്തുമ്പോ ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ മെറിറ്റിൽ വിലയിരുത്താൻ പറ്റണം. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ്, എന്റെ പ്രശ്നമല്ല. അല്ലല്ലോ? അല്ല, സിമ്പിൾ ആണ്. അത് നിങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, ഇത് ആർക്കൊക്കെ ബാധകമാണോ അവർക്കൊക്കെ ബാധകമാണ്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എന്താ പറയാ, ഒട്ടും ബോധേഡല്ല. അത് ഇപ്പൊ എന്നെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം, അതൊന്നും എന്നെ അലട്ടുന്ന പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ഞാനൊരു ഈയിടയ്ക്ക് മറ്റേ കാശ്മീരില് വെടിവെപ്പ് നടന്നില്ലേ, അപ്പൊ താങ്കൾ ഒരു മുസ്ലിം മരിച്ചല്ലോ അതില്. അപ്പൊ താങ്കള് ഇതേപോലെ ഈ ഒരു ചെറിയൊരു ഇത് ഇട്ടിരുന്നു. എന്താ അതിന്റെ ഒരു ഇത് മതപരമായിട്ട് കാണുന്നു, ഒരു മുസ്ലിം മരിച്ചു, എന്നിട്ടും ഇങ്ങനെ ഒരു മുസ്ലിങ്ങളും അക്ഷരാർത്ഥത്തിൽ ഒരു മുസ്ലിം മരിച്ചു എന്നതുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. മരിച്ചത് മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല, കൊന്നത് മതതീവ്രവാദം ആയിരുന്നു, മതതീവ്രവാദികളായിരുന്നു എന്നുള്ളതാണ് അതിലെ കണ്ടന്റ്. കൊല്ലപ്പെട്ടവര് ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യര്, പാവങ്ങളാണ്. ഞാൻ മറന്നുപോയില്ല വീഡിയോ അവരിത്. പിന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഇട്ടത് പിന്നെ മുസ്ലിമിനെ ഇതേപോലെ ഒരു സംഘികളും ഈ മുസ്ലിമും സംഘിയൊന്നും എന്റെ പോസ്റ്റിൽ വരുന്ന സാധനങ്ങളല്ല. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയാണ് ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞത്. അതെ, എനിക്ക് എന്താ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. അത് തന്നെ എനിക്ക് പിടി കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അതാണ് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ വാക്ക് പറയണത്. എന്ത്? അത് ഒരു മൂളിച്ചയൊക്കെ ഇട്ട ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഒരു തൊപ്പി വെച്ചിട്ട്, അവനാണ് ഇട്ടത്. നിങ്ങൾ ഈ സംഘികളും ഈ മുസ്ലിം തമ്മിലുള്ള ഈ ചെറിയ ഈ എന്തരാ രാഷ്ട്രീയ കൂടിക്കാഴ്ച ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത് അറിഞ്ഞപ്പോ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി.
ഇങ്ങനെ എന്തോ ഒരു ഞാൻ പറഞ്ഞോ ലൈനിലാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങൾ ഇല്ല എന്തോ ആ ഒരു സ്വപ്നം കണ്ടതേക്ക് എന്റെ വീഡിയോ കണ്ടു കിടന്ന് ഇല്ല ഉറങ്ങിട്ട് എന്തോ സ്വപ്നം കണ്ടത്. ഇല്ല അപ്പൊ എന്നാ താങ്കൾ നിങ്ങൾ ആ വീഡിയോയുടെ പറയണായിട്ട് ലിങ്ക് ഒന്ന് എനിക്ക് അയച്ചു തരും, ഇതിപ്പോ ചെക്ക് ചെയ്തിട്ട് അയച്ചു തരും. ഞാൻ അല്ല ഉറപ്പായിട്ട് നമ്മളിപ്പോ ചെക്ക് നിങ്ങളുടെ ചെയ്യും കേട്ടോ. നിങ്ങളുടെ ഒരു പകൽക്കിനാവിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സംസാരിക്കാൻ അല്ല പറ്റില്ലല്ലോ. ഞാൻ അത് ഞാനും അത് തന്നെ പകുതി ഇങ്ങനെ വിട്ടു പറയണത്. എനിക്ക് അത്ര ഒരു ഉറപ്പ് ആ കിട്ടില്ല. ഉറപ്പ് പക്ഷെ കിട്ടാത്ത ഇങ്ങനെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ സംസാരിക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പക്ഷേ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മളെങ്ങനെ സംസാരിക്കും? അത് തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ താഴെ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ പഴയ ഇത് എന്താ മാത്തൻ കുളിച്ചാലും എന്തോ കമന്റ് വന്ന് ആ മാത്തൻ എന്നും മാത്തൻ തന്നെ. അവൻ ഇത് വിട്ടു പോയാലും ഓ അങ്ങനെ. അവന്റെ ഉള്ളില് ഇതുണ്ട്. ഞാന് സംഘപരിവാറിനെ വിമർശിക്കുമ്പോ സംഘികൾ വന്നിട്ട് എന്നെ മേത്തന്ന് വിളിക്കും എന്നാണോ? ആ ആ പഴയ ഒരു ആയിക്കോട്ടെ, അതിനെന്താ, ലൈനിലോട്ട് അവര് വിളിച്ചോട്ടെ. എന്നെ സംഘീന്ന് വിളിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ളത് പോലെ എന്നെ മേത്തെന്ന് വിളിക്കുന്ന സംഘികളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ശരിയായ പാതയിലാണ് പോകുന്നത് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ അതവിടെ എടുത്തു വെക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്താ. തന്നെയല്ലേ. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനമുള്ളൂ. പക്ഷെ അത് ആരിഫ് ഹുസൈനോട് ഇല്ല കേട്ടോ. പക്ഷെ അല്ല, മറ്റു ആരിഫ് ഹുസൈൻ വ്യക്തികളെ കുറിച്ച് എന്തോ ഒരു നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾ ആ നിങ്ങൾ വ്യക്തിയായിട്ട് വിളിച്ച് ഇല്ല സംസാരിച്ചു. നിങ്ങളൊരു ഇല്ല ഞാൻ റെക്കോർഡൊന്നും അല്ല, ചെയ്യുന്നില്ല. അതല്ലാന്ന് ഞാൻ അങ്ങനത്തെ റെക്കോർഡ് സ്വഭാവം ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അതല്ല. നമ്മൾ മറ്റു വ്യക്തികളെ ലൈവ് ഇടോ കുറിച്ച് ഇത്? സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ലൈവ് ഇടോ? എനിക്ക് ആരെങ്കിലും ഒരാളോട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അയാളോട് തുറന്നു പറയുന്നതാണ് എന്റെ ശീലം. ഓക്കെ എന്നെ ഉം. പോലെ അപ്പൊ എന്നെ അങ്ങനെയാണ്. പോലെ. അപ്പൊ ആയിക്കോട്ടെ, എന്തായാലും കാര്യങ്ങൾ ഓക്കെ നടക്കട്ടെ. ഓക്കെ. ഓക്കെ. ഞാൻ അത് എന്തെന്നറിയാമോ ഒരു തെറ്റിദ്ധാരണ ഇപ്പൊ സി, ചില ഞാന് ഒരു നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്റെ മാറ്റർ അല്ല. നിങ്ങൾ എന്നെ ശരിയായി ധരിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. അത് നിങ്ങളുടെ ധാരണകൾ ശരിയായിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ ഓക്കെ കുറിച്ച് ഉണ്ടാവുന്നത് തെറ്റായ ധാരണ ആവരുത് എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് എന്റെ ബാധ്യതയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാ. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ളത് ശരിയായ ധാരണയാണ് എന്ന് അത് ഉറപ്പുവരുത്തേണ്ടത് നമ്മള് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ എന്നെ ഓക്കെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറോ ആഗ്രഹിക്കാറോ അങ്ങനെ അതിനുവേണ്ടി നിലപാടെടുക്കാറോ ഇല്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കാനുള്ള അവകാശമുണ്ട്, ശരിയായി ധരിക്കാനുള്ള അവകാശമുണ്ട്. എന്ത് ധാരണ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഉണ്ടാവണം എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, എന്റെ അല്ല. ഓക്കെ ഓക്കെ. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ, ഈ ഹൈത്തമി ഉസ്താദും ആരിഫുമായിട്ട് ഒരു ഇത് ഡിബേറ്റ് നടന്നല്ലോ. അതിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഞാൻ അന്ന് തന്നെ അത് ഒരു അവലോകനമായിട്ട് ഇട്ടിട്ടുണ്ട്. തന്നെ ഉം. അപ്പൊ അതില് ചില കമന്റ് വന്നെന്ന് പറഞ്ഞാലേ എന്തെന്നറിയാമോ, ഇതാണ് പറയുന്നത് മതം ഉള്ളവന്റെ സംസ്കാരവും മതം ഇല്ലാത്തവന്റെ സംസ്കാരവും മതമുള്ളവരിലും ഇല്ലാത്തവരിലും സംസ്കാരമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. കാരണം എല്ലാവരും ഉണ്ടാവും. മനുഷ്യന്മാരാണ്. ഓക്കെ അത് കറക്റ്റ് ആണ്. പക്ഷെ Doesn't വന്ന matter. ഇത് എല്ലാം വെച്ച് നോക്കിയിട്ട് പക്ഷെ പക്ഷെ ഹൈത്തമി ഇതിന് അന്ന് ഇപ്പൊ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയത് ഇസ്ലാമിന്റെ അടിവേര് അറക്കുന്ന സാധനങ്ങളാണ്. ഏതാണ് ഹൈത്തമിയയിൽ ഉന്നയിച്ച പല വാദങ്ങളും ഞാനത് സംവാദാവലോകനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് ഹൈത്തമി അവിടെ നിന്ന് പോയത്. ഉം. അതൊക്കെ ആ സംവാദത്തിന്റെ അവലോകനത്തിൽ നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം, സമയം ഒത്തിരി ഓക്കെ ആയില്ലേ. അവസാനം ഓക്കെ, ഇത് ചുമ്മാ താങ്ക് യു. ഒരു ഫ്രണ്ട്ഷിപ്പ് കോളായിട്ട് കണ്ടാ മതി. വെറുതെ ലൈവും അതിലൊന്നും എടുത്തിടല്ലേ കേട്ടാ. കേക്കട്ടെ കാരണം ആൾക്കാര്, നമ്മള് എന്തിനാണ് നിങ്ങള് വേണ്ട 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 എടുത്തിടൊന്നും എന്തുപറ്റി? വേണ്ട. നമ്മള് തർക്കവും ഇല്ല ഒന്നും നടന്നില്ലല്ല. ഒരു ശരി. വിളി അങ്ങനെ ഒന്നും നടന്നില്ലല്ല. അല്ല, പുളി പിടിച്ച തർക്കമില്ല. ഒരു ഇപ്പൊ കൂട്ടുകാരൻ ഇതൊരു വിളിച്ച് ഇതൊരു വ്യൂ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഇത് ഒരു നിങ്ങൾക്ക് വിശ്വാസിയുടെ ഒരു പരിപ്രേക്ഷ്യാണ്. നാളെ ഇതിടുമ്പോഴത്തേക്ക് മറ്റവൻ കണ്ടിട്ട് വിളിക്കും ആളിയാ നീ വിളിച്ചാളിയാ. ഞാൻ പറഞ്ഞു അതിന് എനിക്ക് നിങ്ങളിപ്പോ അവന്റെ പപ്പ ആരെ പേരും വെറുതെ കാര്യങ്ങളൊന്നും നമ്മള് പറഞ്ഞില്ലല്ലോ. കാരണം ഇത് ആളുകൾ അറിയേണ്ടതും വിടണോ? കാരണം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള നമ്മള് കാര്യമാണ്. തമ്മിൽ ഒരു തർക്കവും ഒന്നും അല്ല, നടന്നിട്ടില്ല. തർക്കമൊന്നുമില്ല. ഇത് ആളുകളുടെ ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകള്, വ്യക്തിപരമായിട്ടും ഇനിയിപ്പൊ അല്ലാതെയുള്ള നിലപാടുകള്. SDPI എന്നൂടെ ഞാൻ പറഞ്ഞു. SDPI എന്നൊക്കെയുള്ളത് ആൾക്കാർ പറയാൻ പറ്റാത്ത പേരൊന്നുമല്ല. പിന്നെ SDPIനെ അങ്ങനെയല്ലേ കുറിച്ച് മോശം പറഞ്ഞ ഞാനല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്തിനു പറഞ്ഞത്? എനിക്കിനി ഇവിടെ ഇറങ്ങി നടക്കണ്ടേ? ഏ ഇത് എന്നെ വിളിച്ച് ചോദിക്കില്ല ആളിയാ അത് നീ ശരി. ഇങ്ങനെ അപ്പൊ പറഞ്ഞ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്ര അപകടം പിടിച്ച സാധനം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇസ്ലാം അപകടമായിട്ടല്ല ഞാൻ പറയണത്. ഞാൻ ആ. SDPI ഒരു ഇതാണ് പറയണത്. മനസ്സിലായോ? SDPI ആയാലും അല്ലെങ്കിലും ഇവരൊക്കെ മുന്നിൽ പിടിക്കുന്നത് ഈ ഇസ്ലാം അല്ലേ? SDPIയും നമുക്ക് RSSും നമുക്ക് ഒരു നോക്കാം, നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ ഒന്ന് മറച്ചു വെച്ച് ട്രിവാൻഡ്രം നമുക്ക് അതും ഇടല്. മെയിനായിട്ട് SDPI എന്ന് പറഞ്ഞ ഒരു പേരും ആ പേരും പേരും മെയിനായിട്ട് പേരിടല്. പിന്നെ പേരും സ്ഥലം പേരും ഇടല്. സ്ഥലവും നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് ഇട്ട് നോക്കാം. എന്താണ് നിങ്ങൾക്ക് വളരെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, എന്താണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാവാൻ ഇല്ല. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും 3 ബുദ്ധിമുട്ടായിട്ട് പേരെ വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോ, അപ്പൊ നമുക്ക് റിമൂവ് ഇല്ല ചെയ്യാം. ഇത് ഓക്കെ ഓക്കെ ഓക്കെ.
ശരി ശരി ഇപ്പൊ വീട്ടിൽ തന്നെ. ശരി ഇല്ല നിങ്ങള് ആരിഫെല്ലാം വീട് എവിടെയാണ്? ഞാൻ നാട്ടില് പാലക്കാടാണ്. പാലക്കാട്. ഉം. പാലക്കാട് ഓക്കെ, എവിടെ? പാലക്കാടാണ്. നമുക്ക് ബാക്കി പിന്നെ സംസാരിക്കാം. ഓക്കെ ഓക്കെ ശരി.